തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ വീണ്ടും ലാലേട്ടനെത്തുന്നു. ഇപ്പോൾ നമുക്ക് തുടരും അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളൊക്കെ നിറഞ്ഞ സദസ്സിലൂടി, പക്ഷേ ഇപ്പം ചോട്ടാ മുംബൈയുടെ ഒരു വൈബ് കിട്ടുന്ന സിനിമകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മോഹൻലാലിൻ്റെ കുസൃതി, സെൻറ്റിമെൻറ്റ്സ്, ആക്ഷൻ, എല്ലാവരും പാട്ട്, എല്ലാം ഡാൻസ് എല്ലാം ചേർന്നൊരു ചിത്രം കിട്ടുന്നത് വളരെ അപൂർവമാണ്. പ്രത്യേകിച്ചും ഇനിയുള്ള പ്രായത്തിൽ മോഹൻലാൽ ഇപ്പം ജർമ്മനിയിലൊക്കെ പോയി നല്ല ഗംഭീരമായിട്ട് സ്റ്റേജ് ഷോയിലൊക്കെ ഗംഭീര പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിരിക്കുകയാണ്. എന്തായാലും ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിൽ മണിയമ്പിള്ള രാജു ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, കൃഷാന്തിൻ്റെ പുത്തൻ സിനിമ 2027 അത് ഷൂട്ടിംഗ് തുടങ്ങും, 2027 റിലീസ് ചെയ്യുന്ന സിനിമയാണ്. കൃഷാന്ത് എന്ന് പറയുന്ന സംവിധാനം നല്ല ഗംഭീര സംവിധാനമാണ്. സിനിമ OTTയിലാണ് കൂടുതലും വന്നിട്ടുള്ളത്. ഒരു സിനിമ മാത്രമേ ഉള്ളൂ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും മണിയമ്പിള്ള രാജു ആണ് അതിൻ്റെ പ്രൊഡക്ഷൻ. മണിയമ്പിള്ള രാജുവിൻ്റെ മകനും ഇതിനകത്ത് നല്ലൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. എന്തായാലും കൃഷാന്തിൻ്റെ പടം ഇദ്ദേഹം പറഞ്ഞത് ഒരു ചോട്ടാ മുംബൈ രീതിയിലുള്ളൊരു സിനിമയാണ്. ചോട്ടാ മുംബൈ നിർമ്മിച്ചത് മണിയമ്പിള്ള രാജു തന്നെയാണ്. ആ ഒരു കാറ്റഗറിയിൽ തിയേറ്ററിൽ ഇരുന്ന് കൈയടിച്ച് ബഹളം ഉണ്ടാക്കുന്ന, തിയേറ്റർ പൂരപ്പുറമ്പാക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെ ആയിരിക്കും കൃഷാന്ത് മോഹൻലാൽ സിനിമ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു അടിപൊളി സിനിമയാകാനുള്ള വകുപ്പുകൾ ഉണ്ട്. മോഹൻലാൽ ഫാൻസിനും ആഘോഷിക്കാം, കേരളം മൊത്തവും ആഘോഷിക്കും. കാരണം പാട്ടും ഡാൻസും ഒക്കെ മോഹൻലാൽ സിനിമകളിൽ നിറഞ്ഞു വരുമ്പം അടിപൊളിയായിരിക്കും സിനിമയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.